ശ്രീമഹാദേവ്യൈ നമഃ. ശ്രീമഹാദേവ്യൈ നമഃ. ശ്രീമഹാദേവ്യൈ നമഃ. 10ാമത്തെ ശ്ലോകം. ശുദ്ധവിദ്യാങ്കുരാകാരദ്വിജപംക്തിദ്വയോജ്വല. അടുത്ത ലൈൻ കർപ്പൂരവീട്ടികാമോദ സമാകർഷത് ദിഗന്ധര. സമാകർഷത് ദിഗന്ധര. ശുദ്ധവിദ്യ പരമജ്ഞാനം, അങ്കുരാകാര മുള പോലെ മനോഹരമായ, ദ്വിജപംക്തിദ്വയം രണ്ട് നിരപ്പല്ലുകൾ, ഉജ്ജ്വല തിളങ്ങുന്നവള്. അതായത് പരമജ്ഞാനത്തിൻ്റെ മുളകൾ പോലെ മനോഹരവും വെളുത്തതുമായിട്ടുള്ള രണ്ട് നിരപ്പല്ലുകൾ. അതായത് ദേവിയുടെ പുഞ്ചിരിയും വാക്കുകളും ജ്ഞാനത്തെ വെളിപ്പെടുത്തുന്നു. ദേവി പരമജ്ഞാനത്തിൻ്റെ ഉറവിടമാണ്. കർപ്പൂരം, വീട്ടിക എന്നുവെച്ചാൽ വെറ്റില, ആമോദം സുഗന്ധം, സമാകർഷത് കർഷത് താമരയുടെ മോളിൽ ചന്ദ്രബിന്ദു, കർഷത് ആകർഷിക്കുന്ന, ദിഗന്ധര അതായത് ദേവിയുടെ ശ്വാസത്തിൻ്റെ സുഗന്ധം എല്ലാ ദിക്കുകളെയും ആകർഷിക്കുന്നു. ദേവിയുടെ സാന്നിധ്യം ലോകമാകെ മംഗളമാകുന്നു. ദേവിയുടെ സാന്നിധ്യം സർവത്ര പവിത്രതയും ആനന്ദവും പരത്തുന്നു. ശുദ്ധവിദ്യാങ്കുരാകാരദ്വിജപംക്തിദ്വയോജ്വല കർപ്പൂരവീട്ടികാമോദ സമാകർഷത് ദിഗന്ധര. 2ാമത്തെ ശ്ലോകം. നിജസല്ലാപമാധുര്യ വിനിർഭർസിത കച്ഛവി മന്ദസ്മിത പ്രഭാപൂരമജ്ജത് കാമേശമാനസ. നിജ ച സ്വന്തം, സല്ലാപം ച സംഭാഷണം, മാധുര്യം മധുരമായിട്ടുള്ള, വിനിർഭത്സിത തോൽപ്പിക്കുന്ന, കച്ഛബി വീണ. അതായത് ദേവിയുടെ സംഭാഷണത്തിൻ്റെ മാധുര്യം വീണയുടെ നാദത്തെ പോലും മറികടക്കുന്നു. ദേവിയുടെ വാക്കുകൾ അമൃത സമാനമാണ്. ദേവിയുടെ വാക്കുകൾ ജ്ഞാനവും ആനന്ദവും നൽകുന്നു. മന്ദസ്മിത പ്രഭാപൂര മജ്ജത് കാമേശമാനസ. മന്ദസ്മിതം എങ്ങനെയുള്ളതാണ്? ദേവിയുടെ മൃദുവായിട്ടുള്ള പുഞ്ചിരിയാണ്. പ്രഭാപൂരമാണത്, പ്രകാശത്തിൻ്റെ പ്രവാഹമാണ്. മജ്ജത് മുങ്ങിയ, കാമേശമാനസം കാമേശ്വരൻ്റെ മനസ്സ്. അതായത് ദേവിയുടെ ആ മൃദു പുഞ്ചിരിയുടെ പ്രകാശത്തിൽ കാമേശ്വരൻ്റെ മനസ്സ് മുഴുകിയിരിക്കുന്നു. ദേവിയുടെ പുഞ്ചിരി പരമാനന്ദത്തിൻ്റെ പ്രതീകമാണ്. ദേവിയുടെ പുഞ്ചിരി ദിവ്യ ആനന്ദം പകരുന്നു. നിജസല്ലാപമാധുര്യ വിനിർഭർസിത കച്ഛവി, വലിയ ദീർഘം, കച്ഛവി മന്ദസ്മിത പ്രഭാപൂരമജ്ജത് കാമേശമാനസ, അതും വലിയ ദീർഘം. അടുത്ത ശ്ലോകം. അനാകലിത സാദൃശ്യ ചുബുക ശ്രീവിരാജിത. അനാകലിത സാദൃശ്യ ചുബുക ശ്രീവിരാജിത. അനാകലിത ഒരു ഉപമയുമില്ലാത്ത, സാദൃശ്യം ഒരു സാമ്യമില്ലാത്ത, ചുബുകം എങ്ങനെയാണ്? താടി, ശ്രീ ഭംഗി, വിരാജിത ശോഭിക്കുന്നവള്. അതായത് ഒരു ഉപമയുമില്ലാത്ത സൗന്ദര്യമുള്ള താടിയാൽ ശോഭിക്കുന്നവളാണ് ദേവി. ദേവിയുടെ താടിയുടെ ആ സൗന്ദര്യം നമുക്ക് ഒന്നിനോടും നമുക്ക് ഉപമിക്കാൻ പറ്റില്ല. അത്രയ്ക്ക് ശോഭിക്കുന്ന താടിയുള്ളവളാണ് ദേവി. ദേവിയുടെ സൗന്ദര്യം വിവരണാതീതമാണ്, നമുക്ക് വിവരിക്കാൻ സാധിക്കില്ല. അത്രയ്ക്ക് സൗന്ദര്യമാണ് ദേവിക്ക്. ദേവി അനുപമ സൗന്ദര്യത്തിൻ്റെ പ്രതീകമാണ്. കാമേശബദ്ധമാംഗല്യ സൂത്രശോഭിത കന്ദര. കാമേശ്വരൻ, ബദ്ധ കെട്ടിയ, മാംഗല്യസൂത്രം താലി, ശോഭിത അലങ്കരിക്കപ്പെട്ട, കന്ധര കഴുത്ത്. അതായത് കാമേശ്വരൻ കെട്ടിയ ആ മംഗല്യസൂത്രത്താൽ അലങ്കരിക്കപ്പെട്ട കഴുത്തുള്ളവള്. ശിവശക്തിയുടെ അഭിവാജ്യ ഐക്യത്തെ ഇത് സൂചിപ്പിക്കുന്നു. ശിവനും ശക്തിയും വേർപിരിയാത്ത ഏകതത്വമാണ്.
അനാകലിത സാദൃശ്യ ചുബുക ശ്രീവിരാജിത കാമേശബദ്ധ മാംഗല്യ സൂത്രശോഭിത കന്ദര കനകാംഗദ കേയൂര കമനീയ ഭുജാൻവിത. കനക ച സ്വർണം, ആംഗദം കേയൂര അതായത് കൈവളകള്, കമനീയ മനോഹരമായിട്ടുള്ള, ഭുജം കയ്യ്, സ്വർണ ആഭരണങ്ങളാല് അലങ്കരിക്കപ്പെട്ട മനോഹരമായിട്ടുള്ള കൈകളുള്ളവള്. ദേവിയുടെ പ്രവർത്തന ശക്തി ദിവ്യവും മംഗളകരവുമാണ്. രത്നഗ്രൈവേയ ചിന്താക ലോലമുക്താഫലാൻവിത. രത്നഗ്രൈവേയം രത്നഹാരം, ചിന്താകം കഴുത്തിലെ ആഭരണം, ലോല തൂങ്ങുന്ന, മുക്താഫലം മുത്തുകള്, രത്നങ്ങളും മുത്തുകളും ഒക്കെ കൊണ്ടുള്ള ഹാരങ്ങളാല് അലങ്കരിക്കപ്പെട്ടവളാണ് ദേവി. ദേവിയുടെ മഹിമ അളവറ്റ സമ്പത്തിന്റെയും ഐശ്വര്യത്തിന്റെയും പ്രതീകമാണ്. കനകാംഗദ കേയൂര കമനീയ ഭുജാൻവിത രത്നഗ്രൈവേയ ചിന്താകലോല മുക്താഫലാന്വിത. കാമേശ്വര പ്രേമരത്ന മണി പ്രതിപണസ്തനി. കാമേശ്വര ശിവൻ, പ്രേമരത്നം സ്നേഹരത്നം, പ്രതിപണ പണയം, സ്തനി സ്തനങ്ങള്, അതായത് കാമേശ്വരന്റെ സ്നേഹത്തിന് പണയമായതുപോലെ അമൂല്യമായിട്ടുള്ള സ്തനങ്ങളുള്ളവളാണ് ദേവി. ദേവി അനന്തമായ സ്നേഹത്തിന്റെയും മാതൃസ്നേഹത്തിന്റെയും പ്രതീകമാണ്. ദേവി ലോകത്തിന്റെ ദിവ്യമാതാവാണ്. നാഭ്യാല വാല രോമാളി ലതാഫല കുജദ്വയി. നാഭിയിൽ നിന്ന് ഉയരുന്ന രോമലതയുടെ ഫലങ്ങളെ പോലെ മനോഹരമായിട്ടുള്ള സ്തനങ്ങളുള്ളവളാണ് ദേവി. ഇത് മാതൃത്വത്തിന്റെയും സൃഷ്ടിശക്തിയുടെയും കാവ്യാത്മകമായിട്ടുള്ള വർണ്ണനയാണ്. ദേവി സർവസൃഷ്ടിയുടെ പോഷകശക്തിയാണ്. കാമേശ്വര പ്രേമരത്നമണി പ്രതിപണസ്ഥനീ നാഭ്യാലവാല രോമാളി ലതാഫലകുജദ്വയീ ലക്ഷ്യരോമലതാധാരതാസമുന്നേയ മധ്യമ. വളരെ നേർത്ത അര, അതിന്റെ സ്ഥാനം എങ്ങനെയുണ്ട്? രോമലത കൊണ്ട് മാത്രം മനസ്സിലാക്കാൻ കഴിയുന്നത് പോലെ ദേവിയുടെ രൂപം പരിപൂർണ സൗന്ദര്യത്തിന്റെ പ്രതീകമാണ്. സ്തനഭാരദളൻ മധ്യ പട്ടബന്ധബലിത്രയ. സ്തനങ്ങളുടെ ഭാരത്താല് അരയില് 3 മടക്കുകൾ രൂപപ്പെട്ടിരിക്കുന്നവളാണ് ദേവി. ദേവിയുടെ രൂപം സമ്പൂർണ്ണ സൗന്ദര്യത്തിന്റെ കാവ്യചിത്രമാണ്. ലക്ഷ്യരോമലദാധാരതാസമുന്നേയ മധ്യമ സ്തനഭാരദളൻ മധ്യ പട്ടബന്ധബലിത്രയാ. അരുണാരുണ കൗസുംഭ വസ്ത്രഭാസ്വത് കടീതടി. അരുണ എന്നാൽ ചുവപ്പ്, കൗസുംഭ വസ്ത്രം ചുവന്ന വസ്ത്രം, കടീതടി അര, രത്നകിങ്കിണി മണികളുള്ള അരപ്പട്ട, അതായത് ചുവന്ന വസ്ത്രമൊക്കെ ധരിച്ച് രത്നങ്ങളൊക്കെ പതിച്ച അരപ്പട്ട കൊണ്ട് അലങ്കരിക്കപ്പെട്ട അരയുള്ളവള്. ദേവി ശക്തിയുടെയും മംഗളത്തിന്റെയും പ്രതീകമാണ്. രത്നകിങ്കിണി കാരമ്യ രസനാദാമഭൂഷിത. രത്നങ്ങളൊക്കെ അണിഞ്ഞിട്ടുള്ള നല്ല മണികളൊക്കെയുള്ള അരപ്പട്ടയൊക്കെ വെച്ചിട്ടുള്ള രത്നങ്ങളൊക്കെ ധരിച്ചിട്ടുള്ളവളാണ്. അരുണാരുണ കൗസുംഭ വസ്ത്രഭാസ്വത് കടീതടീ രത്നകിങ്കിണി കാരമ്യ രസനാദാമഭൂഷിത. കാമേശജ്ഞാത സൗഭാഗ്യ മാർദ്ദവോരുദ്വയാന്വിത.
മാണിക്യ മകുടാകാര ജാനുദ്വയ വിരാജിത. കാമേശ്വരന് മാത്രം പൂർണ്ണമായി അറിയാവുന്ന മൃദുലമായ തുടകളും മാണിക്യ കിരീടത്തെ പോലെ ഭംഗിയുള്ള മുട്ടുകളും ഉള്ളവളാണ് ദേവി. ദേവിയുടെ മഹിമ പൂർണ്ണമായിട്ട് അറിയാൻ കഴിയുന്നത് പരമശിവന് മാത്രമാണ്. കാമേശജ്ഞാത സൗഭാഗ്യമാർദ്ദവോരുദ്വയാന്വിത മാണിക്യമകുടാകാര ജാനുദ്വയ വിരാജിത. ഇന്ദ്രഗോപ പരിക്ഷിപ്ത സ്മരതൂണാഭജംഘിക ഗൂഢകുൽഭ കൂർമ്മപൃഷ്ട ജയിഷ്ണു പ്രപദാന്വിത. കർഷൻ ചെയ്യണം, പുസ്തകത്തിൽ കർഷൻ ഉണ്ടെങ്കിൽ. ഇന്ദ്രഗോപം ചുവന്ന ചെറിയ കീടം, സ്മരതൂണം മന്മഥന്റെ അമ്പുറ, ജംഘിക കാൽവണ്ണം, ഗൂഢകുൽപ മറഞ്ഞ കണങ്കാല്, കൂർമ്മപൃഷ്ഠ ആമയുടെ പുറം പോലെ, പ്രപദം പാദത്തിന്റെ മുകൾ ഭാഗം. അതായത് ഇന്ദ്രഗോപ പുഴുക്കളുടെ ചുവപ്പ് പോലുള്ള കാൽവണ്ണയും മനോഹരമായ കണങ്കാലുകളും ആമയുടെ പുറം പോലെ മനോഹരമായ പാദങ്ങളും ഉള്ളവളാണ് ദേവി. ദേവിയുടെ പാദങ്ങള് ഭക്തർക്ക് ശരണവും മോക്ഷത്തിലേക്കുള്ള മാർഗവുമാണ്. ഇന്നത്തെ ഈ നാമങ്ങളിൽ നിന്ന് നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? ശ്രീ ലളിതാ ത്രിപുര സുന്ദരിയുടെ ദിവ്യരൂപം തല മുതൽ പാദം വരെ വളരെ ഭംഗിയായിട്ട് കാവ്യാത്മകമായിട്ടാണ് വിവരിച്ചിരിക്കുന്നത്. എന്നാൽ ഇതിന്റെ ലക്ഷ്യം ശാരീരിക സൗന്ദര്യ വർണ്ണന മാത്രമല്ല, പിന്നെയോ ഓരോ അവയവവും ജ്ഞാനം, കരുണ, സ്നേഹം, ശിവശക്തി ഐക്യം, പിന്നെയോ സൃഷ്ടിശക്തി, പോഷണം, ഐശ്വര്യം, അനുഗ്രഹം എന്നിങ്ങനെയുള്ള ആത്മീയ സത്യങ്ങളുടെ പ്രതീകമാണ്. ശ്രീ ലളിതാ പരമശക്തി സർവ സൗന്ദര്യത്തിന്റെയും സർവജ്ഞാനത്തിന്റെയും സർവകരുണയുടെയും ഉറവിടമാണ്. അവളുടെ ദിവ്യരൂപം ധ്യാനിക്കുന്ന ഭക്തന് മനഃശുദ്ധിയും ഭക്തിയും ജ്ഞാനവും ദൈവ അനുഗ്രഹവും ലഭിക്കുന്നു. ഓരോ നാമവും ബാഹ്യ സൗന്ദര്യത്തെക്കാൾ ആഴത്തിലുള്ള ആത്മീയ തത്വങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. ധ്യാന മന്ത്രങ്ങളാണ് ഓരോരോ ശ്ലോകങ്ങളും. ഒരിക്കൽ കൂടെ നമുക്ക് 10 മുതൽ 18 വരെയുള്ള ശ്ലോകങ്ങൾ പാരായണം ചെയ്യാം. ശുദ്ധ വിദ്യാങ്കുരാകാര ദ്വിജ പംക്തിദ്വയോജ്വല കർപ്പൂരവീട്ടികാമോദ സമാകർഷത് ദിഗന്ധര നിജസല്ലാഭ മാധുര്യ വിനിർഭർസിത കച്ഛവി മന്ദസ്മിത പ്രഭാപൂരമജ്ജത് കാമേശമാനസാ അനാകലിത സാദൃശ്യ ചുബുക ശ്രീവിരാജിത കാമേശബദ്ധമാംഗല്യ സൂത്രശോഭിത കന്ധര കനകാംഗദ കേയൂര കമനീയ ഭുജാന്വിത രത്നഗ്രൈവേയ ചിന്താകലോല മുക്താഫലാന്വിത കാമേശ്വര പ്രേമരത്നമണി പ്രതിപണസ്തനീ നാഭ്യാലവാലരോമാളിലതാഫലകുജദ്വയീ ലക്ഷ്യരോമലദാധാരതാസമുന്നേയ മധ്യമാ ലക്ഷ്യരോമലദാധാരതാസമുന്നേയ മധ്യമാ സ്തനഭാരദളന്മധ്യപട്ടബന്ധവലിത്രയാ അരുണാരുണകൗസുംഭവസ്ത്രഭാസ്വത്കടീതടീ രത്നകിങ്കിണികാരമ്യരശനാദാമഭൂഷിതാ കാമേശജ്ഞാത സൗഭാഗ്യമാർദ്ദവോരുദ്വയാന്വിതാ മാണിക്യമകുടാകാര ജാനുദ്വയ വിരാജിതാ ഇന്ദ്രകോപ പരിക്ഷിപ്ത സ്മരതൂണാഭജംഘികാ
गूढकुल्फा कूर्मपृष्ठजयिष्णुप्रभदान्विता सर्वमङ्गलमङ्गल्ये शिवे सर्वार्थसाधिके शरण्ये त्र्यम्बके गौरि नारायणि नमोऽस्तुते। श्रीमहादेव्यै नमः। श्रीमहादेव्यै नमः।